ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജിസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാം റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്, അതിലുപരി നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. പാലിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പഞ്ചസാര വേണം. 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് കാഷ്നട്ടാണ്. കാഷ്നട്ട് കയ്യിലില്ലെങ്കിലും മുന്തിരി ചേർത്താലും മതി, അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള പദത്തിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പാനിയാക്കണം. അതിനായിട്ട് പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ പീസാക്കിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്നിച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കൂടെ കുതിർന്നിട്ട് വെള്ളം പോലെ ആകും. അതുകൊണ്ടാണ് ഓരോ സ്പൂൺ അളവിൽ ചേർക്കാൻ മതി എന്ന് പറഞ്ഞത്. കുറച്ചും കൂടി പാല് വേണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ കുഴച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾ രൂപത്തിലാക്കാം. ഇനി അതിലേക്ക് നമുക്ക് നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുക്കാം. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അതായത് അത് കഴിക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിലും ബോളാക്കാം. ആദ്യം നമ്മൾ ബോളാക്കിയത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര പാവ് എന്തായി നോക്കാം. നന്നായിട്ട് മെല്ലെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലാതെ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മതി. ഏലക്കായ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു ചെറിയ ഫ്ലെയിം കത്തിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ പാനിന് മാറ്റാം. ചെറിയ ചൂടിലിരിക്കട്ടെ അത്. ഇനി നമുക്ക് കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ആ ഗുലാബ് ജാമിനൊക്കെ ചേർത്ത് കൊടുക്കാം. മധുരം എല്ലാവരുടെയും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ ആയിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേത്ത് അണ്ടിപ്പരിപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാതിരിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും ബൈ ബൈ.